Makkals, welcome back to Silent Learning. It's me, Sri Bhama SB. എടാ മക്കളെ എല്ലാവരും ഹാപ്പി ആണോടാ? എടാ മോനെ ഹാപ്പി ആണോ എന്ന് ഫാഫ ചോദിക്കുന്നത് പോലെ ഹാപ്പി ആണോ? എങ്ങനെയുണ്ട് വെക്കേഷനൊക്കെ? അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്നോ? അപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് മിസ്സേ എനിക്ക് വയ്യ അഞ്ഞ് പഠിക്കാമെന്ന് പറഞ്ഞിട്ടാണ് എല്ലാ മക്കളും ഇരിക്കാമെന്ന് മിസ്സിന് അറിയാം. ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ അല്ലേ? അപ്പോൾ വെക്കേഷൻ ടൈമിലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉപകാരം ഉണ്ടാകാൻ പോകുന്നൊരു കാര്യമായിട്ടാണ് മിസ്സ് വന്നത്. എങ്ങനെ നമുക്ക് വെക്കേഷൻ അടിപൊളിയാക്കാം, കുറച്ചും കൂടെ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാം, അതിന് വേണ്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സ് ആയിട്ടാണ് മിസ്സ് വന്നിട്ടല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വെക്കേഷൻ പരിപാടി എന്നുള്ളത് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓരോരുത്തരുടെ കമൻറ്റ് മിസ് വന്ന് നോക്കാം. അപ്പം എൻ്റെ മക്കൾ എന്തൊക്കെയാണ് പരിപാടികൾ, വെക്കേഷൻ അടിച്ചു പൊളിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഞാൻ പറയട്ടെ എങ്ങനെയാണ് നമ്മുടെ വെക്കേഷൻ പ്ലാൻ. അപ്പം എങ്ങനെയാണ് വെക്കേഷൻ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ പിടിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യവും ചെയ്യാം. മിസ് നിങ്ങൾക്കൊരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് ടിപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം, ബോഡി ഒന്ന് ഫിറ്റ് ആക്കണം. മെൻ്റലി നമ്മൾ സെറ്റ് ആവണമെങ്കിൽ ഫിസിക്കലി നമ്മൾ ഓക്കെ ആയിരിക്കണം അല്ലേ. അപ്പോൾ എൻ്റെ മക്കൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോലെ, നിങ്ങൾ കുഞ്ഞല്ലേ അപ്പോൾ കുഞ്ഞു രീതിയിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞായിട്ടുള്ള എക്സസൈസുകൾ എൻ്റെ മക്കൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബോഡിയൊക്കെ ഒന്ന് സെറ്റ് ആക്കാം, ഫിറ്റ് ചെയ്യാം, റെഡി ആക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസും പരിപാടികളൊക്കെ നിങ്ങൾ ചെയ്താൽ അടിപൊളിയായിരിക്കും. അടുത്തത് ഗെയിംസ്. അത് ആർക്കും ഇഷ്ടമില്ലാത്ത ആളില്ലല്ലോ. നമുക്ക് എല്ലാവരും വെക്കേഷൻ ആയാൽ മെയിനായിട്ട് ഇവിടെ പരിപാടി എന്താ, കളിക്കുക അല്ലേ. അപ്പോൾ കളിച്ചോളൂ. പക്ഷേ നമ്മൾ ഈ പബ്ജിയും അതുപോലെ തന്നെ ഈ പറയുന്ന ഫോണിലുള്ള ഓരോരോ ഗെയിമുകളല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കുറച്ചും കൂടെ ഫിസിക്കലി ആക്റ്റീവ് ആകുന്ന ടൈപ്പ് ഗെയിമുകൾ. അപ്പം ഞാനൊക്കെ കുഞ്ഞാകുമ്പോൾ സാറ്റ് കളിച്ചിട്ടുണ്ട്, കക്ക് കളിച്ചിട്ടുണ്ട്, പിന്നെന്താ ഓട്ട മത്സരം വെച്ചിട്ടുണ്ട്, കളർ പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടെ ഓടിയിട്ടുണ്ട്. അങ്ങനെ നല്ല രസമാണ്, എല്ലാവരും കൂടെ കൂടുമ്പോൾ തന്നെ അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ, നാട്ടിലെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, കുറച്ച് ഓടും ചാടും പരിപാടിയൊക്കെ ചെയ്തോ. അപ്പോൾ അങ്ങനെ ഗെയിമുകളൊക്കെ കളിച്ചോ, ഫിസിക്കലി കുറച്ചും കൂടെ അടിപൊളിയാവാൻ പറ്റുന്ന ടൈപ്പ് ഗെയിമുകളൊക്കെ കളിക്കുക. വീട്ടിൽ തന്നെ ഫോണിൽ തന്നെ ഒതുങ്ങിയിരിക്കാണ്ട് അങ്ങനെയുള്ള പരിപാടിയിലോട്ടും കുറച്ച് എൻഗേജ് ആയാൽ കുറച്ചും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് അടിപൊളിയാക്കാം അല്ലേ. ഇനി അടുത്തത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പരിപാടി, നിങ്ങൾ കുഞ്ഞാണെങ്കിലും ഇപ്പം മുതലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു ഹാബിറ്റാണ് ബുക്ക് റീഡിങ്. പല മക്കൾക്ക് ഇഷ്ടമുള്ളതായിരിക്കും അല്ലേ. നിങ്ങൾക്ക് പറ്റിയ കുട്ടി സ്റ്റോറീസ് ഉണ്ടായിരിക്കും, അതുപോലെ പോയംസ് ഉണ്ടായിരിക്കും, ചെറുകഥകൾ ഉണ്ടായിരിക്കും, ആൻഡ് ആത്മകഥകൾ ഉണ്ടായിരിക്കും. അങ്ങനെ നല്ല അടിപൊളി ബുക്സ് ഒരുപാട് ഉണ്ടടാ, നമ്മുടെ മലയാളത്തിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുഞ്ഞായിട്ട് കുറച്ച് പറ്റുന്ന പോലെയൊക്കെ എക്സ്ട്രാ വായിക്കാം. ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, മറിച്ച് ഇതുപോലെ കുറേ എക്സ്ട്രാ ബുക്കുകൾ വായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എഴുത്ത് കൂടുതൽ അടിപൊളിയാക്കാം, സംസാര ശൈലി കൂടുതൽ അടിപൊളിയാക്കാം, കൂടുതൽ അറിവുകൾ നമുക്ക് നേടാം. അപ്പോൾ എൻ്റെ മക്കൾക്ക് വൊക്കാബുലറി എന്ന് പറയുന്നത് ഒരുപാട് പുതിയ വേർഡ്സുകൾ പഠിക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയാണ് ബുക്ക് റീഡിങ്. അത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളിങ്ങനെ കുറച്ച് സമയത്തിനനുസരിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് നിങ്ങളെല്ലാവരും പാട്ട് പാടുന്നവരുണ്ടായിരിക്കും, ഡാൻസ് കളിക്കുന്നവരുണ്ടായിരിക്കും, ഡ്രോയിങ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള മക്കൾ ഒരുപാടുണ്ട്, മിസ്സിനറിയാം. ഒരുപാട് മക്കൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ വളർത്തിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമാണ് വെക്കേഷൻ സമയം. കാരണം പഠിക്കാനും കാര്യങ്ങളൊന്നും ഓവറായിട്ടില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള കഴിവ്, നിങ്ങളെന്ന് പറയുന്ന ഒരാൾക്ക് പാടാനുള്ള കഴിവുണ്ടോ, നിങ്ങൾ പാടണം. ഡാൻസ് ഉണ്ടെങ്കിൽ ഡാൻസ്, അപ്പം അതിനുള്ള ക്ലാസ്സുകൾ പോവുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. ഡാൻസ് ക്ലാസ്സും വെക്കേഷൻ ക്ലാസ്സൊക്കെ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ അടിപൊളിയായിട്ട് കുറച്ചും കൂടെ നിങ്ങളുടേതായിട്ടുള്ള കഴിവുകൾ എൻ്റെ മക്കൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ 4ാം ക്ലാസ് പഠിച്ച കാര്യം അവിടെ ഇട്ടിട്ട് പോകുന്നു അല്ലേ. അവിടെ എനിക്ക് വയ്യ നീ പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്ന ആളുകളല്ലേ. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, 5ാം ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആ പഠിച്ചതിൻ്റെ കണ്ടിന്യൂഷനാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, 5ാം ക്ലാസ്സിൽ കാണാൻ പറ്റുക. 4 പഠിച്ചതിൻ്റെ കൂടുതൽ കാര്യം, പിന്നെ 6, 7, 8 ഒക്കെ പോകുമ്പോൾ കൂടുതൽ പഠിക്കുകയാണ്. നമ്മൾ പഠിച്ചത് ഇങ്ങനെ ആ ബേസ് എന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ 5ാം ക്ലാസ് പറഞ്ഞ ഏറ്റവും നല്ല ടൈമാണ്. ഈ സമയം നന്നായിട്ട് പഠിച്ച് സെറ്റാക്കിയാൽ അടുത്ത കൊല്ലം കുറച്ചും കൂടി ഈസി ആക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, 4ാം ക്ലാസ് പഠിച്ചത് പറ്റുന്ന സമയം മതി, എപ്പോഴും വേണമെന്നൊന്നും മിസ് പറയുന്നില്ല, ഒരു 5 or 10 മിനിറ്റ് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന സാധനങ്ങളൊന്ന് റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ റിവിഷൻ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓർമ്മിക്കാന്നല്ല, മറ്റത് അങ്ങനെ അങ്ങ് മറന്നുപോയില്ലേ. പിന്നെ 5ലെത്തി തുടക്കത്തിൽ പഠിച്ചൊക്കെ തുടങ്ങുമ്പോഴേക്കും നമ്മൾ പകുതി മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് മെമ്മറിയൊക്കെ കൂടുതലാക്കാൻ വേണ്ടി, പഠിച്ചത് മറന്നു മിസ്സേ പരീക്ഷയ്ക്ക് തോന്നുന്നു പറയുന്ന ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ ആ പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ സഹായിക്കാൻ കൂടെ മിസ്സ് വന്നത്. കുഞ്ഞൊരു കാര്യം കൂടെ മിസ്സ് പറയാനുണ്ട്. ഇങ്ങനെ പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ മിസ്സേ കുറച്ച് പഠിച്ച ആരെങ്കിലും ഒരാൾ സഹായിച്ച് എനിക്കും കൂടെ പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മുടെ ക്ലാസ് 5ൻ്റെ പൃഥ്വി ബാച്ച്. പൃഥ്വി ബാച്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ബേസിക് മുതൽ പഠിപ്പിച്ചു തുടങ്ങും. ഇപ്പോൾ 4ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച സാധനങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട, അതേ സാധനങ്ങളൊക്കെ നമ്മൾ വീണ്ടും നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ടെക്സ്റ്റ്, നിങ്ങൾ മുമ്പത്തെ കൊല്ലാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാറിയത്
അത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചു തരും. അതിനുവേണ്ടി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ആൻഡ് സ്ലൈഡ്സുകൾ എൻ്റെ മക്കൾക്ക് അവിടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. അതാണ് ഏറ്റവും അടിപൊളി കാര്യം. എന്താ വെച്ചാൽ നിങ്ങളൊരു ചാപ്റ്റർ പഠിച്ചാൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടും, ആൻസർക്ക് ഡിസ്കഷനും ഉണ്ടാവും. അതുപോലെ പിന്നെ ഞങ്ങൾക്ക് വരാൻ പോകുന്നത് പേടിപ്പിക്കാനില്ല, ഓണപ്പരീക്ഷയാണ് അല്ലേ. ഓണപ്പരീക്ഷയാണ് ഫസ്റ്റ് വരാൻ പോകുന്ന പരീക്ഷ. അപ്പോൾ അതിന് നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓണപ്പരീക്ഷയുടെ മുന്നേ തന്നെ എൻ്റെ മക്കൾക്ക് കിട്ടും. ആൻഡ് അതുപോലെ തന്നെ ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി പറഞ്ഞ പുതിയൊരു പരിപാടി കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ആപ്പിൽ തന്നെ കമ്മ്യൂണിറ്റി, നിങ്ങൾ വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ആപ്പിനകത്ത് കമ്മ്യൂണിറ്റി. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും ഫാക്കൽറ്റീസിനോട് എന്തെങ്കിലും നമ്മുടെ ടീച്ചേഴ്സിനോട് എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു പുതിയ ഫീച്ചറാണ്, അതും എൻ്റെ മക്കൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇത്രയും കുഞ്ഞായിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വരുന്നത് വെറും 2499 റുപ്പീസ് ആവും. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും പൈസയുള്ള ഒരു വർഷത്തിനാട്ടോ, ഒരു ദിവസം ഒരു മാസം ഒന്നുമല്ല, ഒരു വർഷത്തിനാണ് 2499. ഒറ്റവട്ടം അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം എൻ്റെ മക്കൾക്ക് സുന്ദരമായിട്ട് പഠിക്കാം. അപ്പോൾ ഇതിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്പർ ഇവിടെ മിസ് കൊടുത്തിട്ടുണ്ട്, മുകളിലൊന്നും കൂടെ ഇതാ കേട്ടോ, 9954000800 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇത് കോൺടാക്ട് ചെയ്താൽ ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രത്യേക ബാച്ചിൽ ഉണ്ടാവണം കേട്ടോ, അടിപൊളിയാക്കണം. നമുക്ക് വെക്കേഷൻ കൂടുതൽ അടിപൊളിയായിട്ട് പഠിക്കാം. കാരണം നിങ്ങൾ ആദ്യം തന്നെ സ്കൂളിൽ പോകുമ്പോൾ ഒക്കെ പഠിച്ചിട്ട് പോയാൽ നിങ്ങളുടെ പവർ കയറിയാൽ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും യെസ് മിസ്സേ ഞാൻ ആദ്യം നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യും. കാരണം നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ പഠിച്ച് തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള അടിപൊളി കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മക്കളും പ്രത്യേക ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി വഴിയെ ഡിസ്കസ് ചെയ്യാം. അപ്പം എൻ്റെ മക്കൾ അടിച്ച് പൊളിച്ചോ, വെക്കേഷൻ ആഘോഷിച്ചോ. സോ ഹാപ്പി വെക്കേഷൻ. കാണുന്നില്ലടാ, യെസ് ഹാപ്പി വെക്കേഷൻ. ബൈ ബൈ ഡിയർ, സീ യു. കാണാം കേട്ടോ, ബൈ ബൈ.